സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓരോരുത്തരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അവർ അങ്ങനെ വേണം, ഇവരിങ്ങനെ വേണം. ധർമ്മനോടും ആനന്ദിനോടൊക്കെ കടയിൽ പോണ കാര്യമൊക്കെ പറഞ്ഞാൽ മതി മതി, ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങ്, നാളെ രാവിലെ തന്നെ വെളുപ്പിന് എഴുന്നേൽക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മുറിയിലേക്ക് പോകുമ്പോൾ ആകാശ് മീനാക്ഷിയോട് പറയുന്നത് കണ്ട, അച്ഛൻ്റെ ഒരു ആത്മാർത്ഥത കണ്ടോ, അച്ഛൻ അങ്ങനെ ഇനി നമ്മൾ താമസിക്കാനുള്ള ഹോട്ടൽ വരെയും ബുക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു റഹീമിക്ക് ഉണ്ട് അവിടെ, എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് ആളുടെ ഹോട്ടലിൽ താമസിക്കാന്നൊക്കെ ഇനി ബാലൻ പറഞ്ഞത്. അത് അപ്പൊ മീനാക്ഷി പറയുന്നത്, അതെ ഇത് ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ട്, ഒരു പഴയ പടം കാണുന്ന പോലെ ഉണ്ട്, വെറുപ്പടിക്കുന്ന ആകാശ് എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട്. മീനാക്ഷി ഇതൊക്കെ ക്ഷമിക്ക്, എന്തായാലും നാളെ മീനാക്ഷിയുടെ ഇതൊക്കെ മാറും, ഇതിലൊക്കെ മാറ്റും ഞാൻ എന്നൊക്കെ പറഞ്ഞു. പുറപ്പെടണോ, വെറുതെ പ്രതീക്ഷ തരരുത് എന്നൊക്കെ പറഞ്ഞില്ല, നോക്കിക്കോ നാളെ നമുക്ക് പുതിയൊരു ജീവിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആകാശ് മീനാക്ഷിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം വണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടി ഇറങ്ങി ഒരുങ്ങി റെഡിയായി വരുന്നുണ്ട്. വണ്ടിക്കാരനോട് 2000 രൂപ കുറവ് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, 2000 കറക്റ്റ് കാശ് തരണം മുതലാളി, അല്ലെങ്കിൽ വഴക്ക് പറയുന്ന പറഞ്ഞപ്പോൾ ഞാനാണ് വണ്ടി ഏൽപ്പിച്ചതെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇത് വേറെ ചിലരല്ലേ എന്ന് പറയുന്നത്. അപ്പൊ മീനാക്ഷിന് വണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാളുടെ പൈസ ഔദാര്യമൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ കാശില്ലാണ്ടല്ല, പക്ഷെ പൈസയുടെ വില നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആനന്ദിനോടും ആനന്ദിനോടും ധർമ്മനോടും കടയിലേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലനൊക്കെ വണ്ടി കയറാൻ തയ്യാറെടുക്കണം. ആ സമയത്ത് മീനാക്ഷിക്ക് ആകാശിനും കൂടെ ഒരു ഇതിലിരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അനുവിന് സൈഡ് സീറ്റ് തന്നെ വേണം, ഫോൺ ഉപയോഗിക്കണം, റീൽസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ആര്യം പറയുന്നുണ്ട് ചേട്ടനും ചേർത്തിയും കൂടെ ഒരുത്തിലിരുന്നോട്ടെ എന്ന് വെച്ചപ്പോൾ വേണ്ട, ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞ് ബാലൻ ആര്യനും ആകാശവും ബാക്കിലിരിക്കുക, ഗോമതിയും മീനാക്ഷിയും അനുവും നടുവിലിരിക്കുക, ഞാൻ ഫ്രണ്ടിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തീരുമാനമായി. മീനാക്ഷിക്ക് ആകെ വിഷമാവുന്നുണ്ട്, ആകാശിന്റെ അടുത്തിരിക്കുക എന്നുള്ള ആ ചാൻസും പോകും. അങ്ങനെ ദേഷ്യപ്പെട്ട് മീനാക്ഷിയൊക്കെ കാറിൽ കയറുന്നുണ്ട്. ആ സമയത്ത് ഗോമതി ഡോറ് തുറന്നകത്തേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അമ്മ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മ വന്ന് നിന്ന് അമ്മനോട് ഇങ്ങനെ കണ്ണോണ്ട് കാണിച്ച ആ സമയത്ത് ആങ്ങളമാർ നിൽക്കുമ്പോ അതെ ധർമ്മ എന്നപ്പോ എന്താ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്തിന് ധർമ്മം നിൽക്കുന്നത്, ഞങ്ങളെ കൊടൈക്കനാലിലേക്ക് ടൂർ പോണ്, അതെനിക്കറിയാലോ, എനിക്കറിഞ്ഞൂടാ, ഞാനല്ല പെട്ടിയൊക്കെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞപ്പോ പറയുന്നുണ്ട്. അപ്പൊ ആനന്ദിന് മനസ്സിലായി, ആനന്ദ് കണ്ണോണ്ട് കാണിച്ചിട്ട് മാമന്മാരവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങളെ 5 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ, അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ഗോമതിയുടെ സന്തോഷം കണ്ടപ്പോ അമ്മ ആങ്ങളമാര് കാണാതെ ഇങ്ങനെ ടാറ്റ കൊടുക്കുന്നുണ്ട്. ഗോമതിയും ടാറ്റ കൊടുത്ത് കാറിൽ കയറുന്നുണ്ട്. പിന്നെ കാറിൽ കയറി എല്ലാവരും വിഷാദ രോഗികളെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന, ആരും മിണ്ടുന്നില്ല. അപ്പൊ ആരും പറയുന്നത് എന്ത് ഇത്, ഒരു പാട്ടുമില്ല, ഒച്ചയില്ല, എനിക്കും ഇല്ല, ഒന്നില്ലെങ്കിൽ പാട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പാട്ട് പാട്, ഇത് ബോറടിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ബാലനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കും. ബാലനാണെങ്കിൽ പണ്ട് കേട്ടിട്ടില്ലാത്ത പോലത്തെ ഒരു പാട്ട് പാടും. ആര്യനപ്പം ചിരിക്കും, അത് ബാലന് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ബാലൻ പാട്ട് നിർത്തും. എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഞാനൊരു പാട്ട് പാടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബാലൻ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് വണ്ടി നിർത്ത്, ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും സോറിയൊക്കെ പറഞ്ഞ് രണ്ടാമതും തിരിച്ചു കയറുന്നുണ്ട്. പിന്നെയും പോയി അങ്ങനെ ഒരുപാട് ദൂരം എത്തുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആനന്ദിന് ഭയങ്കര വിഷമമാണ്. ആനന്ദ് വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോൾ ധർമ്മം വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ എന്താ വിഷമിച്ചിരിക്കുന്ന വെച്ചാൽ, അച്ഛനില്ലാണ്ടൊരു സുഖമില്ല മാമ, അച്ഛൻ്റെ ചിട്ടകളും കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടാ, നിനക്ക് വല്ല പ്രാന്തുണ്ടടാ, ഞാൻ അച്ഛനില്ലാത്ത 5 ദിവസം എങ്ങനെ ആഘോഷിക്കുന്ന ആലോചിച്ചിട്ട് ഞാനിരിക്കുന്നത്, നീ ഒന്നും മിണ്ടാണ്ടുന്നേ, നീ ആളിയൻ്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ, നമ്മളിപ്പോൾ ഇവിടെ സ്വർഗത്തിൽ ഉണ്ടാ, നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി, എപ്പോൾ വേണമെങ്കിലും കിടക്കാം, എപ്പോൾ വേണമെങ്കിലും ഉണരാം എന്നുള്ള രീതിയിലാണ്. അവിടെ 5 പേരുണ്ടല്ല സഞ്ചരിക്കുന്ന വണ്ടിയിൽ, അതായത് സഞ്ചരിക്കുന്ന വണ്ടിയിൽ നിയന്ത്രണം ഇല്ലാണ്ട് പോകുകയായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീർപ്പ് മുട്ടി പോകണം എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ അവരെ കളിയാക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വണ്ടി തന്നെയാണ്. അതിനുള്ളിൽ മീനാക്ഷി ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിർത്തി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ആകാശ് അമ്മനോട് പറയും, അമ്മ ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും നിർത്താൻ പറയുമെന്ന് പറയും. അങ്ങനെ ഗോമതി ബാലനോട് പറയും, ബാലേട്ടാ എവിടെയെങ്കിലും വണ്ടി നിർത്താൻ, ആകാശിന് വിശക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അയ്യോ ഇരിക്കല്ല മീനാക്ഷിക്ക്, എന്നാ ഡ്രൈവറോട് പറയുന്നുണ്ട് കുറച്ചും കൂടെ ദൂരെ പോയിട്ട് ഒരു സൈഡിൽ വണ്ടി നിർത്താൻ പറയുന്നു. ഇതേ സമയം തന്നെ പെട്ടെന്ന് ആര്യൻ പറഞ്ഞു വിചാരിച്ച് വല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആര്യൻ പറയുന്നുണ്ട് നമുക്ക് വലിയ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷിക്കും അത് കേട്ടപ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ഇളയ മോളും പറയുന്നുണ്ട്, അതെ അതെ എനിക്ക് ബിരിയാണി കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് വരാന്തയിൽ
ഏതോ ഒരു സ്ഥലത്ത് വഴിയിൽ വണ്ടി നിർത്തി എല്ലാവരും കൂടെ വട്ടട്ടിരിക്കാൻ പറഞ്ഞു. ഗോമതി അത് എടുക്കാൻ പറയുന്നു. അങ്ങനെ ഗോമതി വെളുപ്പിന് ഉണ്ടാക്കി കൊണ്ടുവന്ന ചപ്പാത്തിയും കറിയുമായിരുന്നു ഭക്ഷണം. ഇത് കണ്ടോടുകൂടി മീനാക്ഷിക്ക് ആകെ ദേഷ്യം വീണ്ടും കൂടുന്നു. മീനാക്ഷി പറയുന്നു, കണ്ട റെസ്റ്റോറൻറ്റിൽ കയറാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത് സ്കൂൾ കുട്ടികളെയും കൊണ്ട് ടൂർ വന്ന പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പൊട്ടിത്തെറിക്കുന്നുണ്ട് രഹസ്യമായിട്ട് നമ്മുടെ ആകാശിനോട്. സാരല്ലേ മീനാക്ഷി, വീട്ടിലെ ഭക്ഷണമല്ലേ ആരോഗ്യത്തിന് നല്ലതെന്ന് ഉറപ്പം എല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷെ അത് വീട്ടിലിരുന്ന് കഴിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വട്ടട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഗോമതിയോടും എല്ലാവരോടും അതിന് ബാലം പറയുന്നുണ്ട്, ഞാനേ പൈസ നല്ലോണം ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ മറ്റുള്ള സ്ഥലത്തൊന്നും പോകാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട, കൊണ്ടുവന്ന് ഭക്ഷണങ്ങൾ മാത്രങ്ങൾ കഴിച്ചാൽ മതി. ഈ പൈസ നശിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്കറിയാലോ, ഗോമതിനെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്, അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛാ പഴയ കഥകളൊക്കെ പിന്നെ പറഞ്ഞാൽ പോരാ, അതിൻ്റെ മൂഡ് കളയണോന്ന് ആരും ചോദിച്ചപ്പോൾ എന്താടാ നിനക്ക് അച്ഛൻ്റെ കഥ കേൾക്കാൻ പോലും താല്പര്യമില്ലേന്ന് നമ്മുടെ ഗോമതിയും ചോദിക്കുന്നുണ്ട്. ഗോമതിയുടെ വീട്ടുകാർ എന്നോട് സഹകരിക്കാണ്ടായോടുകൂടിയല്ലേ ഞാൻ എൻ്റെ മക്കള് നല്ല നിലയിൽ, അതായത് ഒരുപാട് ബന്ധുക്കളുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ അതൊക്കെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലം വീണ്ടും എണ്ണി പറക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ. മീനാക്ഷിക്ക് ഇനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതിയെന്നായി. അതിനുശേഷം ഭക്ഷണം കഴിച്ച് കൈയൊക്കെ കഴുകിയിട്ട് മീനാക്ഷി അമ്മനോട് പറയും, എനിക്ക് വാഷ്റൂമിലൊന്ന് പോകണം അമ്മയെന്ന് പറഞ്ഞപ്പോൾ ആകാശിനെയും കൊണ്ട് പോകാൻ പറയും. അങ്ങനെ ആകാശിനെയും കൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ നീങ്ങിയിട്ട് എവിടെ വാഷ്റൂം എന്ന് വെച്ചപ്പോൾ എവിടെ വാഷ്റൂം, എനിക്ക് വാഷ്റൂമിലൊന്നും പോണ്ട, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ശരിയാവില്ല, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് വാ, ഞാനിവിടെ ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് ആ സമയത്ത് ആര്യനെ എന്തോ മനസ്സിലാവേണ്ട, ആര്യം വന്നിട്ട് പറയുന്നത്, എന്താ ചേച്ചിക്ക് ചേച്ചി പെട്ടല്ലേ, ചേച്ചി വിഷമിക്കേണ്ട, ഏട്ടത്തിനെ ഞാൻ ചേട്ടൻ്റെ കൂടെ ഇരുത്താനുള്ള പരിപാടിയൊക്കെ ചെയ്യാം, ഏട്ടത്തി വായോ എന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കാറിൽ കയറുന്നുണ്ട്. അതിനുശേഷം ഇക്കര പഴയ സുഹൃത്തിൻ്റെ കട അന്വേഷിച്ചിട്ട് നടക്കുന്നത്. അപ്പം അച്ഛ അതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആകാശ് പറഞ്ഞിരുന്നു, ഇക്കര വിളിക്ക് ഒന്ന് കൂടെ ഓർപ്പിക്കാൻ പറഞ്ഞു. വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളെ ഒരുപാട് വർഷത്തെ ബന്ധമാണ്, എപ്പോൾ ചെന്നാലും എനിക്ക് അവിടെ റൂമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ ചെന്ന് നിന്നിട്ട് ആ വഴിയേരിയിൽ നിന്നിട്ട് എവിടേക്കിന് എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ബാലൻ ഒരു കുന്തവും അറിയില്ല. അച്ഛനാ ഇക്കാരെ ഫോൺ വിളിക്കുകയും ചെയ്യുന്ന ആകാശ് വീണ്ടും പറഞ്ഞപ്പോൾ അതിന് എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ വേണ്ടേ. അപ്പം അച്ഛൻ എത്ര നാളായി ഇക്കാരെ കണ്ടിട്ടും മിണ്ടിയിട്ടും 27 വർഷം എന്ന്. അപ്പം ആര്യം പറഞ്ഞു, നന്നായി, 27 വർഷം പോയിട്ട് 27 ദിവസത്തെ ആൾക്കാരെ പോലും ഇന്ന് മനസ്സിലാവണമില്ല, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത കാലത്ത് 27 വർഷം മുന്നുള്ള ബന്ധം വെച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ വിളിക്കാണ്ടും പിടിക്കാണ്ടൊക്കെ ഇങ്ങോട്ട് വന്നെന്നൊക്കെ ചോദിച്ച് ആര്യം ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളാരും വലിയ വർത്താനൊന്നും പറയണ്ട, എനിക്കറിയാം ഇവിടെ എവിടെയോ ഉണ്ട്, നമുക്ക് കുറച്ചും കൂടെ നടന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു മീനാക്ഷി. എങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. റൂമിൽ നിന്നുള്ളൊരു സ്വപ്നം പോലും അതുവരെ പോയി. അങ്ങനെ ആകെ വിഷമത്തോടെ മീനാക്ഷി നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടി ബാലനെ വഴക്ക് പറയാൻ പറ്റില്ല, ബാലന്റെ തീരുമാനത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.